കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഉൾപ്പെടെ 5ഓളം ജീവനക്കാർ ഇല്ലാതായതോടെ ഏറെ പ്രയാസത്തിലായിരിക്കുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. 3 മാസത്തോളമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാതായിട്ട്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് തസ്തികയിലുള്ള 4 ജീവനക്കാർ കൂടി സ്ഥലം മാറിപ്പോയതോടെയാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരും ജനപ്രതിനിധികളും പ്രയാസത്തിലായത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന തദ്ദേശ സ്ഥാപനങ്ങളൊന്നായ കാരശ്ശേരിയിൽ ആദിവാസി കോളനികൾ ഉൾപ്പെടെ നിരവധി കോളനികളും കർഷകരും മറ്റ് സാധാരണക്കാരുമാണ് ഏറ്റവുമധികം ദുരിതത്തിലായിരിക്കുന്നത്. മാസങ്ങളായി പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാതായതിനു പുറമെ മറ്റ് 4 ജീവനക്കാരുടെയും കുറവുണ്ട്. നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി 3 മാസം മുമ്പാണ് ജോലിയിൽ നിന്നും വിരമിച്ചത്. പിന്നീട് മറ്റൊരു സെക്രട്ടറിയെ ഇവിടെ നിയമിച്ചിട്ടില്ല. ഇതോടെ നിരവധി ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്ന സാധാരണക്കാർ ജോലിയും മറ്റും ഒഴിവാക്കി നിരവധി തവണ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 തസ്തികകളിലെ ഉദ്യോഗസ്ഥർ കൂടി സ്ഥലം മാറിപ്പോയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. സെക്രട്ടറിക്ക് പുറമെ 2 ക്ലർക്കുമാരും 2 ഓഫീസ് അറ്റൻഡർമാരുമാണ് സ്ഥലം മാറിപ്പോയത്. സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരില്ല എന്ന് കോഴിക്കോട് ജോയിന്റ് ഡയറക്ടർക്ക് നേരിട്ടും അല്ലാതെയും പരാതി നൽകിയിട്ടും സെക്രട്ടറിയെയോ ജീവനക്കാരെയോ നിയമിച്ചിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ പറഞ്ഞു. നിലവിലെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടുന്ന് 2 OAമാർ പോയി, പിന്നെ 2 ഒരു പദ്ധതിയിലുള്ള ക്ലർക്കും ഒരു അക്കൗണ്ടന്റും പോയി, പിന്നെ അതുപോലെ തന്നെ മറ്റ് സീനിയർ ക്ലർക്കുകൾ 2 ആൾ പോയി. പിന്നെ സെക്രട്ടറി നിലവിൽ ഇവിടെ 4 വർഷത്തിനുള്ളിൽ 9 സെക്രട്ടറിമാരാണ് വന്നു പോയത്. കാരണം ഇവരൊക്കെ ട്രാൻസ്ഫറായി മറ്റ് മറ്റ് പഞ്ചായത്തുകളിലേക്ക് പോവാണ്. ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഇപ്പം നമ്മൾ പഞ്ചായത്ത് വരികയാണെങ്കിൽ വളരെ പ്രയാസം അനുഭവിച്ചിട്ടാണ് വരുന്നത്. കാരണം ഒരു കൂലിപ്പണിക്ക് പോണ ആളുകളാണ് നമ്മൾ ഈ കാരശ്ശേരി പഞ്ചായത്തിൽ മിക്ക ആളുകളും. ഒരു ഓണർഷിപ്പിന് വരികയാണെങ്കിൽ പോലും അവർക്കത് കിട്ടാൻ ഒരു ദിവസം കൊണ്ട് കിട്ടേണ്ട കാര്യം 3-4 ദിവസം കയറി ഇറങ്ങണം കിട്ടണമെങ്കിൽ. കാരണം ASനാണ് ഇൻചാർജ്, സെക്രട്ടറി ചാർജ്. അപ്പോൾ അദ്ദേഹം കുറേ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാഫുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ പ്രയാസമുണ്ട്. ഉദ്യോഗസ്ഥർ ഇല്ലാതായതോടെ ലൈഫ് ഭവന പദ്ധതി, PMRY പദ്ധതി ഉൾപ്പെടെയുള്ളവയ്ക്ക് പെർമിറ്റ് നൽകാനും നിർമ്മിച്ച വീടുകൾക്ക് നമ്പറിട്ട് നൽകാനും മറ്റ് ലൈസൻസുകൾക്കും കഴിയാതെ വന്നതോടെ ആളുകൾ ജനപ്രതിനിധികളെയാണ് സമീപിക്കുന്നതെന്നും ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകരയും പറഞ്ഞു. ജനങ്ങൾ നമ്മളോട് ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോട് ഏൽപ്പിക്കും. അത് ഞങ്ങളത് പഞ്ചായത്തിൽ വന്ന് പറയുന്ന സമയത്ത് തന്നെ ഓരോ സെക്ഷനിൽ ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് വലിയ പ്രയാസം. അപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ലൈസൻസ് പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ ലൈസൻസ് പുതുക്കേണ്ട സമയത്ത് കൃത്യമായി പുതുക്കി കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വീട് പെർമിറ്റ് കൊടുക്കേണ്ടവരുണ്ട്, ലൈഫിൻ്റെ വീടുള്ളവരുണ്ട്, അതുപോലെ തന്നെ PMAവിൻ്റെ വീട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പെർമിറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നമ്പർ ഇട്ട് കൊടുക്കാനൊന്നും കഴിയാത്ത വളരെ വലിയൊരു പ്രയാസത്തിലാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പല തവണ കോഴിക്കോട് JD ഓഫീസിൽ ഞാൻ പ്രസിഡന്റ് അടക്കം മെമ്പർമാരടക്കം പല തവണ ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും ഞങ്ങൾ ശരിയാക്കി തരാ എന്ന് പറയാല്ലാതെ ഒരു സമീപനവും നല്ലൊരു സമീപനം ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെയും ജീവനക്കാരെയും നിയമിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുമെന്നും ജനപ്രതിനിധികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.